സുരിയറണ്ണ നമസ്കാരം. എന്തോട്ട് നിങ്ങൾ പകുതി പൈസക്ക് ഒരു വീട് വെച്ചു? പകുതി പൈസക്ക് വീട് വെക്കാമല്ലോ. പകുതി പൈസക്ക് വീട് വെക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനേക്കാളും രസമുള്ള വേറൊരു സാധനമുണ്ട്. ഈ പറഞ്ഞ പോലെ പകുതിയിലും താഴെ പൈസക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇന്റീരിയർ ചെയ്യുന്ന വേറൊരു ടീംസിനെ ഞാൻ പരിചയപ്പെടുത്തി തരും. ഇയാളിവിടെ ഉണ്ടായിരുന്നു. പകുതി പൈസക്ക് വീടും പകുതി പൈസക്ക് പൈസയാണോ? പകുതി പൈസ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാൻ പോകട്ടെ. അല്ല, അപ്പൊ ഞാൻ ലോൺ എടുക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ശരിക്കും എവിടെന്നാ വരുന്നത്? ഇത്രയും ദൂരെ നിന്ന് വരുന്നില്ലേ? കൊല്ലത്തുനിന്നല്ലേ വരുന്നത്? ഞാനിവിടെ ഒരു ആവശ്യമായിട്ട് പുള്ളിയെ കാണാൻ വന്നതാണ്. അതെ. അപ്പൊ നിങ്ങൾക്ക് പകുതി പൈസക്ക് വീട് വേണം. നിങ്ങൾ ആരാ ഈ പകുതി പൈസയുടെ വീടിന്റെ വിവരം പറഞ്ഞേ? നിങ്ങൾ യൂട്യൂബൊക്കെ തുറന്നോ? നിങ്ങൾ യൂട്യൂബൊക്കെ ഉള്ളതല്ലേ? ഞാനതിനെതിരെയാ ചെയ്തത്. ആണല്ലേ? അതെ. പക്ഷെ നിങ്ങളെ കാണുന്നത് എനിക്ക് വന്ന ഫേസ്ബുക്കിൽ ഈ സാധനം പറന്നട്ടിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ മാത്രമല്ല, ചുമ്മാ അറിയാത്തത്. അല്ല, ഇനി അതൊക്കെ ഫേസ്ബുക്കിലൊക്കെ അവിടെ നിൽക്കട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയും, നിങ്ങൾ ഈ വീട് പകുതി പൈസക്ക് ചെയ്തതല്ലേ? എൻ്റെ പൊന്നെണ്ണ, ഇതിന് പകുതി പൈസക്ക് ഇതിനുള്ള മെറ്റീരിയലിൻ്റെ വില നമ്മളെ കൊടുത്തല്ലേ പറ്റൂ. ശരിക്കേ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്ന സാധനം. ഈ ഇപ്പോൾ കുറേ തോട്ട്സ് വരുന്നുണ്ട്. അതായത് 50 ലക്ഷം രൂപ മുടക്കിയിട്ട് വീട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബാങ്കിൽ പൈസ ഇട്ടിട്ട് അതിൻ്റെ പലിശ എടുത്തിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ ഉള്ളതാണ്. താമസിക്കാന്നുള്ളത് സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ബുദ്ധിമാന്മാർ പറയുന്ന ഒരു സാധനമാണത്. അപ്പം നിങ്ങൾ ശരിക്കും മണ്ടനാണോ? ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഇമോഷണലി മണ്ടന്മാരാണ്. ഇമോഷണലി മണ്ടന്മാരാണ്. ആ ഒരു വാക്കിനകത്താണ് ആ സാധനം ഫുള്ളിരിക്കുന്നത് അല്ലേ? അതെ, ശരിയല്ല. നിങ്ങൾ ഞാനൊരു ഇമോഷണലി മണ്ടൻ. ഞാനത് പറയുമ്പോഴത്തേക്ക് എൻ്റെ കയ്യാന്ന് കുളിര് വരുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി മണ്ടനാണ്. തീർച്ചയായിട്ടും ഞാൻ സമ്മതിച്ചിരുന്നു. മലയാളികൾ 90% പേര് ഇമോഷണലി മണ്ടന്മാരാണ്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വന്ന്, നമ്മളെപ്പോലെ പല ആൾക്കാർ അതിൽ നിന്ന് വന്ന് ഗൾഫിൽ പോകുന്ന എത്ര പേരുണ്ടപ്പാ വീട് വെക്കാൻ വേണ്ടിയാ പോകുന്നത് അല്ലേ? പക്ഷേ പുള്ളി ഒരു അതിബുദ്ധി കാണിച്ചൊരു സാധനമുണ്ട്. പുള്ളിയുടെ ഈ CP ഫിറ്റിംഗ്സിനൊന്നും പൈസ തൂക്കി മേടിച്ച സാധനമാണ്. 100 ഗ്രാമിന് 1 രൂപ കണക്കിന് തൂക്കി മേടിച്ചത് കൊണ്ട് തന്നെ അതിനകത്തൊന്നും പൈസ ആയിട്ടില്ല. നിങ്ങൾ ഈ കണ്ട സാധനം ചിലപ്പോൾ ചിരിച്ച് കളഞ്ഞേക്കാം. പക്ഷേ അതിനപ്പുറം ഇതിനകത്ത് ഭയങ്കര ഒരു സ്കാമിംഗ് ഉണ്ട്. അതായത് നമ്മുടെ അടുത്ത സമയത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ്, അല്ലെങ്കിൽ ആ ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന എനിക്ക് തോന്നുന്ന വിദ്യാഭ്യാസം, അതെ, കൺസ്ട്രക്ഷൻ പറയാനുണ്ട് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിലൊക്കെ എന്ത് സ്കാമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ദിവസം നടക്കുന്ന കാര്യം ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ്, ഓരോ രീതിക്കാണ്. മെഡിക്കൽ അതുപോലെയാണ്, കൺസ്ട്രക്ഷൻ നമ്മുടെ മേഖല എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ എൻ്റെ ഒരു പരിഭവം ഞാൻ പറയാം. ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട ആളാണ് സോഷ്യൽ മീഡിയ. ഒരാളും ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒത്തിരി വീഡിയോസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം വരുന്ന ഒരു വീഡിയോ സുനീറ നിങ്ങളുടെ പേജിലായിരിക്കും. ഓക്കെ, അതിൽ അരുൺ ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒരു ഇത് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ലപ്പാ. അല്ല, അത് ഒരു ഇതാണല്ലേ, എന്തിനാണ് വല്ലവരുടെ കാര്യം നമ്മൾ അന്വേഷിക്കുന്നത് എന്നുള്ളൊരു കാര്യമായിരിക്കും. അജയുടെ ഒരു റീൽസിനകത്ത് ഞാൻ കമന്റ് ഇട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും മലയാളികൾ ആനച്ചേന, വെള്ളിമൂങ്ങ ഈ സാധനങ്ങളിൽ കബളിപ്പിക്കപ്പെടാൻ ഇതൊക്കെ നാഗമാണിക്യം ഇങ്ങനൊരു സാധനം ഇല്ല എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? നാഗമാണിക്യം ഇപ്പോഴും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇത് മേടിക്കാൻ തയ്യാറായ മലയാളികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പകുതി പൈസക്ക് വീട് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇതിലെണ്ണ ഞാൻ മനസ്സിലാക്കിയൊരു സാധനമുണ്ട്. അതായത് ലോവർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്. ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും ഇതിനകത്തോട്ട് വരില്ല. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അല്ല, അതാണ് ഏറ്റവും ഹ്യൂജ് നമ്പർ അല്ലേ? ബിസിനസിന്റെ ഒരു സക്സസും ഫെയിലിയറും ഈ മിഡിൽ ക്ലാസ് നിയന്ത്രിക്കുന്നത്. ശരിയാണ്, അതിന്റെ ഒരു റേഷ്യോ അവരുടെ കയ്യിലാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു ശകല എമൗണ്ട് ഉണ്ടാവും, ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാവും. ബാക്കി അവർ ലോണാണ് എടുക്കുന്നത്. 10 ലക്ഷം രൂപ ലോൺ എടുത്ത് 20 കൊല്ലം അടയ്ക്കുമ്പോഴത്തേക്ക് 20 ലക്ഷം രൂപയാണ് അവർ അടയ്ക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളതെ നിങ്ങൾ പകുതി പൈസ തന്നാൽ മതി, ഇപ്പോൾ 30 ലക്ഷത്തിന് 15 ലക്ഷം തന്നാൽ മതി, ബാക്കി 15 ലക്ഷം നിങ്ങൾ 100 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി, 50 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അത് നിങ്ങൾ പലിശ തരണ്ടേ? നിങ്ങൾ തരണ്ട, നിങ്ങളത് നിങ്ങൾക്ക് കടമായിട്ട് തന്നു, നിങ്ങളാ പൈസ ഇങ്ങ് തിരിച്ചാൽ മുതൽ മാത്രം തന്നാൽ മതി.
ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഹാപ്പിനെസ് ഉണ്ടോ? ചിന്തിച്ചു നോക്കി. ഒരിക്കലില്ല. കാരണം അത്രയും വളരെ കഷ്ടപ്പെട്ടാണ് ഒരു വീട് വെക്കാൻ പോകുന്നത്. അപ്പൊ അവരുടെ സേവിങ്സ് എത്ര കൂട്ടാം. നേരത്തെ വീട് വെച്ചാൽ മാത്രമല്ല, അതിന്റെ അപ്പുറത്തുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാം ഈ നുള്ളിപ്പറക്കി സേവ് ചെയ്തതിൽ നിന്നാണ് ചെയ്യേണ്ടത്. ശരിക്കും ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ചതിയിൽ ചെന്ന് പെട്ടാൽ ഇത് ശരിക്കും ഇതിനകത്ത് കുടുങ്ങി എന്ന് മനസ്സിലാവുന്ന സ്റ്റേജ് എപ്പോഴാണ്? ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്ക് ഞാൻ കടമെടുത്ത് പറയാണ്, ഈയാമ്പാറ്റകൾ ലൈറ്റിലോട്ട് എടുക്കുന്ന പോലെയാണ്. അതിനൊരു ടൈമുണ്ട്. അതായത് ഇത് തുടങ്ങുന്നു, ഒരു സ്ട്രക്ചറിന് എത്ര മാസം എടുക്കണം? സ്ട്രക്ചർ തീരാൻ ഏറ്റവും കുറഞ്ഞതൊരു നമുക്ക് നല്ല രീതിയിൽ ക്യൂറിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ മാക്സിമം ഒരു 4 to 6 months എന്തായാലും എടുക്കും. ഓക്കെ, 10 മാസം തൊട്ട് 1 വർഷം കൊണ്ട് ഒരു വീട് നമുക്ക് തീർക്കാവേ? അതെ. ഓക്കെ, ഈ 1 വർഷം കൊണ്ട് ഈ വീട് തീർന്നില്ല എന്നാ എടുക്കും? അവിടെയാണ്. ഓക്കെ, അപ്പോൾ എഗ്രിമെന്റ് 1 വർഷത്തേക്കാണ്. അതെ. ഈ എഗ്രിമെന്റ് 1 വർഷത്തേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ആദ്യത്തെ ഗഡു ഇവർ അതിന് ചില ഇളവുകൾ കൊടുക്കുന്നുണ്ട്. 3 മാസമായി 3 പ്രാവശ്യമായിട്ട് അടച്ചാൽ മതി. ഓക്കെ, ഒറ്റയ്ക്ക് കൊടുക്കണ്ട, 3 പ്രാവശ്യമായിട്ട് അടച്ചാൽ മതി. അതിനുശേഷമുള്ളതിനാണ് ഈ 10 മാസം. അതായത് ഇവരൊരു ഇത്ര മാസം എന്ന് പറയും, ആ മാസത്തിന് വർക്ക് തീർക്കുമെന്ന് പറയുന്നത്. ആ മാസം കഴിഞ്ഞിട്ടുള്ള ദിവസം തൊട്ട് എന്തായി, അടുത്ത എഗ്രിമെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. മറ്റേത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അവിടെയാണ് ചെക്ക് ചോദിക്കുന്നത്. എൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഇവർ ചെക്ക് ബ്ലാങ്ക് ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. വീഡിയോ വന്നപ്പം വേറൊരു ഭയങ്കര ബുദ്ധിമാന്മാരെ അതിനകത്ത് കളിക്കുന്നവരെ. ഇവരെന്ത് ചെയ്യുന്നറിയോ? ഡേറ്റ് ഇട്ട് പൈസ എഴുതി ചെക്ക് തന്നാൽ മതി എന്നായി. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു വലിയ തമാശ ഉണ്ട്. നമ്മളിപ്പോൾ പകുതി പൈസയുടെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ മാറി കേട്ടോ. അതൊക്കെ അവർ വൃത്തിയായിട്ട് സൗകര്യപൂർവ്വം അത് മാറ്റി കഴിഞ്ഞിരിക്കണം. ഇപ്പം 3-1 പൈസ കൊടുത്താൽ മതി. ഇത് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു വീട് വെക്കുന്ന സമയത്ത് ആദ്യം നമ്മളെപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം കയ്യിൽ വേണ്ടത് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. അതെ, ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഡ്രോയിങ് ഏതൊക്കെ സ്റ്റേജിൽ വേണം എന്നുള്ളത് അത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവണം. രണ്ടാമത് ഇതിൻ്റെ ബഡ്ജറ്റ്, ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളിനെ കൊണ്ട് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് കൃത്യമായിട്ട് ഇടിക്കുക എന്നുള്ളതാണ്. എന്നാലാണ് നമുക്കറിയാവുന്നത് ഈ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടുകൂടി ഇതിനകത്ത് താമസിക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ രണ്ടാമത്, ഇതെപ്പോഴും നമ്മൾ കൊടുക്കുന്ന ആർക്കിടെക്ട്സ് ആവട്ടെ, എഞ്ചിനീയേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ആവട്ടെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് പരിശോധിക്കുക. ഇത് പറയാനുള്ള ഏറ്റവും വലിയ കാരണം, കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ അജയ് എനിക്കൊരു കോൾ ഫോർവേഡ് ചെയ്തു. ട്രിവാൻഡ്രത്ത് നിന്നുള്ള പേര്, ഞാൻ ക്ലയന്റിന്റെ പേര് അറിയാം, ഗിരീഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ. ആ ഒരു സൈറ്റിൽ 75 ലക്ഷം രൂപ ഈ ആർക്കിടെക്ചറൽ ഫേം ട്രിവാൻഡ്രത്ത് പൂജപ്പുരമുള്ള, ഞാൻ തൽക്കാലം പേര് പറയുന്നില്ല, ആ ഒരു ഫേം ഇവരെ കയ്യിൽ നിന്ന് മേടിച്ചു. ഫസ്റ്റ് പുള്ളിയുടെ നിന്ന് പൈസ മേടിച്ചിട്ട് അയാൾ ഒരു സ്കോഡയുടെ മറ്റേ കുഷാക്ക് ആ ഒരു വണ്ടി ആ ക്ലയന്റ് എന്തെങ്കിലും പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പം അത് ഇഷ്യൂ ആയിട്ട് ഭയങ്കര പ്രശ്നമായി. നമ്മളത് പോയി അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു. 45 ലക്ഷം രൂപയുടെ വർക്കാണ് നടന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പം ഞാനും ഒരു ടൈമിൽ അവിടെ പോയി. അപ്പോൾ ആ ആള് നമുക്ക് ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കാനായിട്ട് അതിൻ്റെ ഓണർ കൂട്ടാക്കുന്നില്ല. മീൻസ് ഈ ആർക്കിടെക്ട് എന്ന് പറയുന്ന ആൾ കൂട്ടാക്കുന്നില്ല. പുള്ളി ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കളികളൊക്കെ കളിച്ചിട്ട് പുള്ളി എഴുന്നേറ്റ് പോയി. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഗിരീഷ് ചേട്ടനെ പറഞ്ഞു, ചേട്ടാ ഇവിടെ വെച്ചിട്ട് ഈ വർക്ക് സ്റ്റോപ്പ് ചെയ്യും. അതിന് മെയിൻ കാരണം പുള്ളി ഇവർക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കുന്നില്ല. ഇമെയിലിലൂടെ ഉള്ള റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ കോൾ ചെയ്യരുത്, ഞാനിവിടെ നടത്തുന്നത് കോൾ സെൻ്റർ ഒന്നും അല്ല, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കലല്ല എൻ്റെ പണി. പിന്നെ ഇയാളെ എന്താണ് പണി? 75 ലക്ഷം മേടിച്ചത് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെയൊക്കെ ക്യാപ്ഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ഇഷ്യൂ ഒക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിയുടേതായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് പുള്ളി പറഞ്ഞത് ഇതുവരെ 75 ലക്ഷത്തി സംതിങ്ങിൻ്റെ വർക്ക് അവിടെ നടത്തുന്നുണ്ട്. കണക്ക് പ്രകാരം ഈ ഓണർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 9,000 രൂപ മാത്രമേ കൊടുക്കാവൂ. തട്ടിപ്പെന്ന് പറയുന്നത്. ഇതേപോലെ ഞാൻ നമ്മുടെ ഒരു നല്ലൊരു പ്രോജക്റ്റ് കണ്ടിട്ട് ഞാനും അരുണൂടെ പോയിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഹോം ടൂർ എന്ന് പറയാം. ആ വീഡിയോ കാണിച്ചിട്ട് പുള്ളി കോടികൾ തട്ടിച്ചു, അതായത് കോടിക്കണക്കിന് രൂപ തട്ടിച്ച ഒരു ചെയ്തു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അയാളുടെ ആ പ്രോജക്റ്റ് അന്നേരം പറയാൻ പറ്റില്ല. ഈ സാധനമേ അജയ്, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരാളോടത്ത് 10 മിനിറ്റ് സംസാരിക്കുമ്പോഴത്തെ അയാളുടെ ടെക്നിക്കൽ നോളജ് നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായും അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധനമില്ല. പക്ഷെ ഞാൻ ഈ 2 റീസൺ പറയാനുള്ള കാരണം, ഇതിനകത്ത് പറ്റിക്കപ്പെട്ട പലരും
ഇതൊരു കേസിലോ കാര്യങ്ങളിലേക്ക് പോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യം ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റത്തെ കേസിൽ പറഞ്ഞ നമ്മൾ ഈ പകുതി ബേസിക്ക് ഒരു പെൺകുട്ടി 28 വയസ്സേ ഉള്ളൂ. അവരുടെ ഹസ്ബൻഡ് വെളിയിലെ ഗൾഫിലാണ്. ആ കുട്ടിക്ക് ഇപ്പം അത് സൈക്കാട്രിക് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസ് കാരണം, ഈ ഒറ്റ കേസ് കാരണം. ഇത് നമ്മൾ ഈ ഒരാളും ഞാൻ ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ അടുത്ത് വിളിക്കുമ്പോൾ നിങ്ങൾ നിയമപരമായിട്ടൊരു കേസെങ്കിലും കൊടുത്തിട്ടെന്ന് പറയുമ്പോൾ ആർക്കും അതിനുള്ള മനസാന്നിധ്യമോ അങ്ങനെയുള്ളൊരു ഇതോ ഇല്ല. പലർക്കും ലീഗൽ സൈഡൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥ ഇതൊക്കെ കുറെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യും, കുറെയൊക്കെ നമ്മളിതിന്റെ പുറകെ നടക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ഫൈനൽ എന്താ പറയുക, അന്തിമ വിജയം നമുക്കെന്ന് പറഞ്ഞ കണക്ക് ഇത് കൃത്യമായിട്ട് ഇതാവും. ശരിക്കും ആരെങ്കിലും ഇതിനകത്തൊക്കെ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രംഗത്ത് വരണം, അത് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യണം. കാര്യം ഇനി ഒരാൾ ഇതുപോലെ ഇതിനകത്ത് പെടരുത്. വീടെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല ആൾക്കാരും ഈ ഉറുമ്പ് മറ്റേ ഈ അല്ലാത്ത ടൈമിലേക്ക് ധാന്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്ന കണക്ക് ചെറിയ ചെറിയ പൈസ ഇട്ടിട്ട് അവരുടെ ഭയങ്കര സ്വപ്നമാണ്. ഇതാണ് ഒരു സ്റ്റേജിൽ തകർന്നു പോകുമെന്ന് പറയുന്നത്. ഇതിലൊരു പ്രധാന സംഗതി ഒന്ന് ഈ പകുതി പൈസയ്ക്ക് ഇപ്പം 1/3 പൈസയ്ക്ക് വീട് എന്ന് പറയുന്നു. നിങ്ങൾ അവരുടെ ഒരു 5 പ്രോജക്റ്റെങ്കിലും ചെന്ന് കാണണം എന്നാണ് ഞാൻ പലപ്പോഴും അഭിപ്രായപ്പെടുന്നത്. പ്രോജക്റ്റ് കാണാനല്ല ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പം അരുൺ ഒരു വീട് ചെയ്യുവാണ്, ഇപ്പം എന്നെ വെച്ചിട്ടാണ് വീട് ചെയ്യുവാണെങ്കിൽ അരുൺ എൻ്റെ പ്രോജക്റ്റ് ഒന്ന് കാണുന്നതിനപ്പുറം ആ ക്ലയൻസിൻ്റെ അടുത്ത് പോയി സംസാരിക്കും. അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം അജയുടെ വീട് ചെയ്തു. ഇപ്പം അജയ് ഒരു ഈ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ വീടിൻ്റെയൊക്കെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റ് ചെയ്ത് തരുമ്പോൾ ഇതിൻ്റെ ഒരു ആനച്ചന്തം ഈ കൂടെ കിടക്കുന്ന ആൾക്ക് രാപ്പനി അറിയുമെന്ന് പറയുന്നത് ഇതിനകത്ത് താമസിച്ച് തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ഇഷ്യൂസ് കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ആ ക്ലയൻസിന്റെ അടുത്ത് സംസാരിച്ച് പിന്നെ അത് സംസാരിച്ച് ഓക്കെ ആയാൽ നെക്സ്റ്റ് ടൈം എഗ്രിമെന്റ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇവരൊന്നും പ്രോപ്പറായിട്ട് ഒരു വീടും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പകുതി ബേസിക് വീട് അവർ ഒരു വീട് പോലും പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ ഇന്ന ക്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ക്ലൈന്റിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാവും. ശരിയല്ലേ? അങ്ങനെയില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തൂക്കി വിൽക്കുന്ന കേസ് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ അല്ല, ഞാൻ ഈ CP ഫിറ്റിംഗ്സ് എന്നാണല്ലോ ഇതിന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങളുടെ ഇത് ശരിക്കും ക്രോമിയം പ്ലേറ്റഡ് ആണോ? നമ്മുടെ മലയാള ഭാഷയിൽ പച്ച മലയാളത്തിൽ തേങ്ങയാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഇതിന്റെ സാധനം. അല്ല ശരിക്കും ഒന്നുമല്ല, ജില്ലകളിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഷോപ്പുകളുള്ളത്. ആണ് എൻ്റെ ഒരു അനുമാനം. ഞാൻ പറയാം, ഊഹമാണ് എന്ന് പറയുമെങ്കിൽ നിങ്ങൾ ആ ഊഹം 3 വർഷം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഈ വീഡിയോ കാണുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ, 3 വർഷത്തേക്ക് ഈ പ്രോജക്റ്റ് ഉണ്ടാവുകയുള്ളൂ. എഴുതി ഞാൻ പറയാം, 3 വർഷത്തേക്ക് ഉണ്ടാവുള്ളൂ. 3 വർഷത്തേക്ക്. അതിൽ ക്രോമിയം പ്ലേറ്റഡ് എന്ന് പറഞ്ഞില്ലേ, ഇതിന് വെയിറ്റ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന വൈറ്റ് മെറ്റലാണ് അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റലാണ്. ഇത് രണ്ടും നിങ്ങൾക്കറിയാലോ. ഇത് യൂസ് ചെയ്ത് കാസ്റ്റ് അയൺ യൂസ് ചെയ്യാം, നല്ല വെയിറ്റ് കിട്ടും. കാസ്റ്റ് അയണിന് ഒരു പ്രത്യേകത ഉണ്ട്, ടെൻസൈൽ സ്ട്രെങ്ത് ഇല്ല, നല്ലോണം വെച്ച് അടി കൊടുക്കുക, ഇത് പൊട്ടിപ്പോവും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വെയിറ്റ് കുറയാനായിട്ട് ഇവർ കിലോയ്ക്കല്ലേ തൂക്കി വെക്കുന്നത്. നിങ്ങൾ ഈ കിലോയ്ക്ക് തൂക്കി വെക്കുന്ന 1 രൂപ 50 പൈസ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ പോയി മേടിക്കുക, അതിലും താന്ന് കിട്ടും നല്ല SS-ന്റെ പ്രൊഡക്റ്റ്. നമ്മളെ ഇതിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാനുള്ള ഏത് കാര്യം, പകുതി പൈസയ്ക്ക് വീടായിക്കോട്ടെ, ഗ്രാമിന് 1 രൂപ ആയിക്കോട്ടെ, ഈ ലോകത്ത് ആർക്കും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കില്ല എന്നൊരു സാധനം ഇതാക്കിയാൽ മതി. ഞാനൊരു ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് 1 വർഷം ഞാൻ ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടണം. എനിക്ക് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് എടുക്കാണ്ട് ഞാൻ ഈ സാധനം ചെയ്യൂല. കാര്യം ഇതെൻ്റെ ജോലിയാണ്. നിങ്ങളിപ്പോൾ ഇന്റീരിയർ കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങളിത് ആർക്കും ഫ്രീ ആയിട്ട് ചെയ്യില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടെന്ന് മാത്രമല്ല, നമുക്ക് പ്രോഫിറ്റബിൾ അല്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ആരും ചെയ്യില്ല. ശരിയല്ലേ? ബിസിനസ് എങ്ങനെ ബ്രേക്ക് ഈവനാവും? അത് പ്രോഫിറ്റബിൾ ആയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ശരിയല്ലേ? ഇപ്പം നമ്മൾ രണ്ടുപേരും വീഡിയോസ് ചെയ്യുന്നു, നമുക്ക് അതിനകത്ത് വരുമാനം, നമുക്ക് എത്ര കാലം ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഗൂഗിൾ ആഡ്സൻസിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. വേറെ വിഷമകരമായിട്ടുള്ളൊരു സാധനം ഞാൻ പറയട്ടെ. ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫേസ്ബുക്കാണ് ഓർമ്മിപ്പിച്ചത്. 13 വർഷം മുന്നെയാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 13 വർഷം മുന്നേ. അല്ല, അപ്പം ഞാൻ ശരിക്കും പറയുന്നതേ, നമ്മൾ അന്നേ കുറേ ഹോം ടൂർസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, പല വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പം അടുത്ത സമയത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പല വീടുകളും എടുത്തിട്ട് 10 ലക്ഷം രൂപയുടെ വീട്, 13 ലക്ഷം രൂപയുടെ വീട്. നമുക്കറിയാം, അത് ചുടുകല്ല് വെച്ചിട്ട് 10 ലക്ഷം രൂപയുടെ വീട്. സ്ക്വയർ ഫീറ്റ് എത്രയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 1800. അപ്പം ഞാൻ അടുത്ത സമയത്ത് ആ ചെയ്ത ആളിനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു കേട്ടോ, ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി ഒരു ചിരി ചിരിച്ചിട്ട് അങ്ങ് പോയി. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടത് റീച്ചാണോ? ഇതിനകത്തൊരു ജെനുവിനിറ്റി വേണ്ട. ഇപ്പം ഞാൻ ഈ തമ്പനയിലിൽ 5 ലക്ഷം രൂപയുടെ വീടെന്ന് പറഞ്ഞാൽ ഈ സാധനം കത്തിക്കയറും. കാര്യം ആൾക്കാർ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ്.
പക്ഷെ ഒരിക്കലും ഇത് ചെയ്യുന്ന ആൾക്കാരടുത്തും ഇത് കാണുന്ന ആൾക്കാരടുത്തും പറയുന്നത് ഒന്നുകിൽ ഇത് വിശ്വസിക്കരുത്. ഇതിൻ്റെ പല പ്രശ്നം, നമ്മളൊരു ഡ്രോയിങ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു എസ്റ്റിമേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് അവർ ചോദിക്കുന്നത് ഫേസ്ബുക്കിൽ കണ്ടല്ലോ 5 ലക്ഷം രൂപയുടെ വീട്, യൂട്യൂബിൽ കണ്ടല്ലോ 10 ലക്ഷം രൂപയുടെ വീട്. ഇച്ചിരി മുന്നേ അണ്ണൻ ചോദിച്ചതിന് 10 ലക്ഷം രൂപയ്ക്ക് വീട് കിട്ടും. 10 ലക്ഷം രൂപയ്ക്ക് വീട് കിട്ടും. ഈ പറഞ്ഞതുപോലെ ഇപ്പം എന്താണ്, മാങ്ങ 10 രൂപയ്ക്ക് കിട്ടും, പക്ഷെ അത് 1 കിലോ കാണൂല. കറക്റ്റ്, അതാണ് കേട്ടോ അതിന്റെ കറക്റ്റ്. 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ സഹിതം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് ഇമ്പോസിബിൾ, സാധ്യമല്ല. അത് നിങ്ങൾക്ക് 500 സ്ക്വയർ ഫീറ്റിലേക്ക് ഒരുപക്ഷെ കൊടുക്കാൻ പറ്റും. ഇനി ഇതിലും രസമുള്ള ചില ആൾക്കാർ ഈ പോസ്റ്റുകളിൽ പരസ്യം കാണും, സ്ക്വയർ ഫീറ്റ് 1350 രൂപ. വസ്തു കാണണ്ട, പ്ലാൻ കാണണ്ട, ഇതിൻ്റെ ഫൗണ്ടേഷൻ കോളം ഫൂട്ടിംഗ് ആണോ റബിൾ മെഷീനറി ആണോ എന്ന് അറിയണ്ട. അതിനകത്ത് അവരൊരു ഓഫർ കൂടെ കൊടുക്കും, കിച്ചൺ, മോഡുലാർ കിച്ചൺ കൂടെ ചെയ്ത് കൊടുക്കും. ഞാൻ ഈ പല നമ്പറിൽ നിന്ന് എടുത്തിട്ട് ചില സമയത്ത് വിളിക്കും കേട്ടോ. അപ്പോൾ അവർ ഒന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ നേരിട്ട് വാ, ഇവർക്ക് വേണ്ടത് ഫസ്റ്റ് ചെല്ലേണ്ട ഒരു കോളാണ്. പറ്റിക്കപ്പെടാനായിട്ട് നമ്മൾ തന്നെ കരുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഐലം ഷീറ്റിലൊക്കെയാണ് നമ്മളെ പഴയ സ്വിച്ച് ബോർഡ് ചെയ്യുന്ന സാധനം, അറിയാമോ? അതിൽ വരെ മോഡുലാർ കിച്ചൺ ചെയ്യുന്നത്. അതായത് അലുമിനിയത്തിന്റെ സ്ട്രക്ചർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞോളൂ, ഏത് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ. കറക്റ്റ് ആണ്, ഏത് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ശരിക്കും ഒരു ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് മുതൽ കോൺക്രീറ്റിന്റെ റേഷ്യോ, പ്ലാസ്റ്ററിങ്ങിന്റെ റേഷ്യോ, വരുന്ന വയർ ഏത് കമ്പനിയാണ്, അത് എ സിക്ക് എത്ര പിന്നെ MM-ന്റെ ആണ് നമ്മൾ ഇടുന്നത്, സ്വിച്ച് ഏത് കമ്പനിയുടെ ആണ്, കളർ വൈറ്റിനും അതർ കളേഴ്സിനും റേറ്റ് വ്യത്യാസം. ഇങ്ങനെ ഓരോ സാധനങ്ങളും, ടൈൽസ് തന്നെ നമുക്ക് ബ്രാൻഡഡ് ഉണ്ട്, അൺബ്രാൻഡഡ് ഉണ്ട്. ഇതിൽ നമുക്ക് സ്പേസർ ഇട്ടിട്ട് ചെയ്യാം, അല്ലേ? അതുപോലെ ടൈല് പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിന് വേണ്ടി ടൈല് ഫിക്സ് ചെയ്യുന്നുണ്ട്, രീതിയുണ്ട്. ഇന്നലെ എനിക്ക് രാത്രി ഒരു കോൾ വരുന്നുണ്ട്. ഇത് കണക്ക് ഒരു ബിൽഡിംഗ് പുള്ളി ചെയ്തു, ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ആവാറായി. അപ്പോൾ അതിന് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ് ചോദിച്ചു. പുള്ളി പറയുന്ന ഡ്രോയിങ്ങേ ഇല്ല, ഇത് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഡ്രോയിങ് ചെയ്യാമെന്നാണ് അവിടെ എഞ്ചിനീയർ പറയുന്നത്. കഴിഞ്ഞതിന് ശേഷം ആലോചിക്കണം. എല്ലാ ഡ്രോയിങ്സും മസ്റ്റ് ആണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സും പ്ലംബിംഗ് ഡ്രോയിങ്സും ഒക്കെ ഭയങ്കര കൊടുക്കണം. അതുമല്ല ഈ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വേറൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ പല ആൾക്കാരും പൈസ ഇല്ലാഞ്ഞിട്ട് ഇന്റീരിയർ തൽക്കാലം ചെയ്യുന്നില്ല എന്ന് പ്ലാൻ ചെയ്യും. പക്ഷേ നിങ്ങൾ ഇന്റീരിയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതിന്റെ ഒരു ലേ ഔട്ട് ചെയ്ത് വെക്കണം, സെറ്റ് ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന കണക്ക് ഒന്ന് സ്വിച്ച് ബോർഡ്സിനകത്ത് ഭയങ്കര പ്രശ്നം വരും. മെയിനായിട്ട് പിന്നീട് എപ്പോഴും മോഡുലാർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് മോഡലുള്ള സീലിംഗ് ലൈറ്റ് ഒക്കെ ഈ മോഡുലാറിന്റെ അകത്ത് പോകും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് കണക്ക് വാർഡ്രോബ്സ് കൊണ്ടുവെക്കുന്ന സമയത്ത് ജനൽ തുറക്കാൻ പറ്റില്ല, ജനൽ തുറക്കുന്ന സമയത്ത് വാർഡ്രോബ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കട്ടിലിന്റെ മറ്റേ ഹെഡ് റെസ്റ്റ് വെക്കുന്ന സമയത്ത് സ്വിച്ച് കാണാനില്ല. പ്രോബ്ലംസ് ഉണ്ട്. അപ്പം പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു സാധനമാണ്. എന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. നമുക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് എത്രത്തോളം ആൾക്കാർക്ക് അത് ക്ലിക്ക് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ അതിനകത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം എത്ര ഉള്ളൂ, ഒരാൾ കണ്ടാൽ ആ ആൾക്ക് അതിൽ നിന്ന് നമ്മൾക്ക് ഒട്ടും ബയസ്ഡ് അല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരിടം. നാളെ ഒരു കസ്റ്റമർ വന്നിട്ട് അയാളുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ മാത്രം അത് സംസാരിക്കാനായിട്ടുള്ള ഒരിടം. ശരിക്കും നമുക്ക് മൂന്നാൾക്കും കൂടി ഒരു സ്പേസ്. അതിനകത്ത് നമുക്ക് എന്താ പറയാ, ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവില്ല. നമ്മുടെ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നല്ലൊരു ആർക്കിടെക്റ്റിന് അയാളുടെ കാര്യങ്ങൾ പറയാനായിട്ട് അവിടെ എത്താം. ഒരു കസ്റ്റമർക്ക് അയാളുടെ സംശയങ്ങൾക്ക് വരാം, അയാളുടെ പ്രശ്നങ്ങൾ പറയാൻ വരാം, അയാൾക്ക് എന്ത് സംശയങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കാം. അതിനൊക്കെയുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പേസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഓൺലി. അതിന്റെ റീസൺ കൂടി പറയാം. ഞങ്ങൾക്കതേ അറിയൂ, നമുക്കതേ അറിയൂ, അല്ലേ? നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയൂ. അതുകൊണ്ടാണ് അത് പറയാൻ കാര്യം. പിന്നെ ഇത് ഒരാൾ ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു സംഗതിയും നമ്മൾ 3 പേര് ചെയ്യുമ്പോഴത്തേക്കുള്ള സാധനം ഒരുപാട് വ്യത്യസ്തമാണ്. കാര്യം 3 പേര് 3 മേഖലകളിലാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള ആൾക്കാർ. അപ്പോൾ നമുക്കൊരു ഓൺ സാധനം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും. അതായത്
നിങ്ങൾക്ക് എന്ത് സാധനം ചോദിക്കാം. അതെ, ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇവിടുന്ന് 100% കിട്ടിയിരിക്കും. ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സാധനം നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഒരാൾ കുഴിച്ചിടാൻ പറ്റില്ല കേട്ടോ. അത് എപ്പോഴും അങ്ങനെ തന്നെ, ശരിയല്ലേ? നമ്മളൊരാളെ പറ്റിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. നമ്മളൊരാളെ എന്താ പറയുന്നത്, കാശ് മോഷ്ടിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളെ ഒരാൾക്ക് പറ്റിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ട് വ്യക്തിപരമായിട്ടൊന്നുള്ള ചെയ്യുന്ന സാധനമല്ല. നമ്മൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഒരുപാട് പേരുടെ പരാതിയും നിത്യം ഇത്തരത്തിലുള്ള കോളുകൾ, ഇത്ര രൂപ കബളിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടു, ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് ലാസ്റ്റ് സ്റ്റേജിൽ ഒരു കോള് വന്നതിൻ്റെ ഫലമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു വീഡിയോ തന്നെ ചെയ്യാനുള്ളൊരു കാരണം. അപ്പം ശരിക്കും ചിന്തിക്കുക. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെ ഒരാൾ പറ്റിക്കണം എന്ന് അയാൾ ഉദ്ദേശിച്ചാൽ പോലും നമ്മൾ കൊണ്ട് തല വെക്കാണ്ട് നമ്മളെ പറ്റിക്കപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു വീടല്ല, ഏതൊരു ഫീൽഡിലായാലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോ അപ്പടിയെ വിശ്വസിക്കാതിരിക്കും. കാര്യം നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോസും എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ബോധ്യം ഉണ്ടാവും അറിയില്ല. ആമസോണിൻ്റെ റിവ്യൂ പോലും പെയ്ഡ് റിവ്യൂ ആണ് അല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗിലൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന അരുണിനൊക്കെ ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലേ? ഞാൻ പറയുന്നത് അപ്പം ഈ പറഞ്ഞ കണക്ക് ഒരിക്കലും ഞാൻ നെഞ്ചി കഴിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഒരിക്കലും ഒരു മോശം പ്രോഡക്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ പല പ്രോഡക്റ്റുകളും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്, അത് കൊള്ളാമെങ്കിൽ അങ്ങനെ പറയും. പല പ്രോഡക്റ്റുകളും ഇടയ്ക്ക് ഒരു വാട്ടർ ടാങ്ക് ക്ലീനർ എനിക്ക് അയച്ചു തന്നു, എന്നിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീട്ടിലത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് അത് സാധാരണക്കാരനെ കൊണ്ട് പറ്റില്ല. അത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഒരു സ്പെക്കൊന്നും ഇതിനകത്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ടെക് വ്ളോഗർ ഇതിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ താഴെ പോയി നോക്കിയപ്പോഴത്തേക്ക് തന്തയ്ക്ക് വിളിയെന്ന് പറഞ്ഞ അത്ര ഇത് മേടിച്ചവരുടെ. അപ്പൊ ശരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈ വീഡിയോ കാണുന്നത്. അവർക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇത് വരും, നമ്മുടെ പോഡ്കാസ്റ്റ് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അടിപൊളി ഒരു അടാറ് സാധനം 3 ആളും വരും. അവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പേസും. അതെ, ഓരോരുത്തർക്കും. അത് ഞാൻ വീണ്ടും പറയട്ടെ, നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ ഒരു കസ്റ്റമർ അവർക്ക് ആവശ്യമുള്ളവർക്കും ഒക്കെ ഓരോരുത്തർക്കും, ഓരോ മലയാളിയും വീട് വെക്കുന്ന ഓരോ മലയാളിക്കും ഇവിടെ സ്പേസ് ഉണ്ടാവും. അല്ലേ? അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്ക് എല്ലാവർക്കും നമസ്കാരം.